ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ സൺ കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ഇരുട്ട് മാറി ഒരു സൂര്യൻ ഉദിക്കുന്ന സമയമാണെന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒരു കാർമേഘം ഒഴിഞ്ഞു പോകുന്നു എന്നാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലാണ് നമ്മളെല്ലാം ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിലെ ആ ഒരു ഇരുട്ട് മാറ്റി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് അതിന് വേറെ ആരുടെയും സഹായം ആവശ്യമില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ സമയം നിങ്ങൾക്ക് ശരിക്കും മാജിക്കലായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുമെന്നാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പ്ലാന് അത് പ്രാവർത്തികമാക്കുവാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ദീർഘകാലം മുന്നേ ഉള്ള ആ ഒരു ആഗ്രഹം സാധിക്കും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ദൈവത്തോട് നിരന്തരം നന്ദി പറയുക. നമ്മളെ സഹായിക്കുന്ന എല്ലാവരോടും നന്ദി പറയുക. നമുക്ക് അറിവ് പറഞ്ഞു തരുന്നവർക്ക്. അത്തരത്തിൽ നമ്മൾ ഏത് കാര്യത്തിൽ നിന്നാണോ ഒരു നന്മ സ്വീകരിക്കുന്നത് അതിന് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ്. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡോട് ഇരിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഒരുപാട് നല്ല കാര്യങ്ങൾ അത് നമ്മളുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നുള്ളതാണ്. നമുക്ക് ലഭിക്കുന്ന എല്ലാ സന്തോഷങ്ങൾക്കും നന്ദി പറയുക. അതായത് നമുക്ക് ലഭിക്കുന്ന ഫുഡിന്, നമ്മുടെ ഡ്രസ്സിന്, അതിനെല്ലാം നമ്മൾ നന്ദി പറയുക. അപ്പോൾ നമ്മൾ നന്ദി പറയുമ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് നന്ദി പറയാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. നമ്മൾ എന്ത് കാര്യമാണോ കൂടുതൽ ചെയ്യുന്നത് ആ കാര്യങ്ങൾ കൂടുതലായും നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെഗറ്റീവിനെ ഫോക്കസ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. പിന്നെ ഇവിടെ കിങ് ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്ട്രഗിളൊക്കെ ഒന്ന് മാറി നിങ്ങളുടെ ആ ഒരു കഷ്ടപ്പാടിനൊക്കെ ഫലം കിട്ടി നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ സ്ഥാനത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് മൂല്യം ലഭിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആളായി കഴിഞ്ഞു എന്നൊരു തോന്നലൊക്കെ ഈ സമയം നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ പാസ്റ്റിലെ ആ ഒരു പാറ്റേൺ എല്ലാം ബ്രേക്ക് ചെയ്ത് നിങ്ങളൊരു പുതിയ ആളായി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയമാണ്. അതിപ്പോൾ ഇമോഷണൽ ആയാലും ശരി, നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കുന്ന കാര്യത്തിലായാലും എല്ലാം നിങ്ങൾക്ക് വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അത്തരത്തിൽ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നത് മാത്രമല്ല, അതുപോലെ തന്നെ അതിൽ നിങ്ങൾ ആക്ഷനും എടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് മാത്രം നിങ്ങൾ ചെയ്യും. വേണ്ടാത്ത കാര്യങ്ങൾ വിട്ടുകളയും. നെഗറ്റീവായിട്ടുള്ള ആളുകളുമായിട്ട് നിങ്ങൾ കൂട്ടുകൂടാതിരിക്കും. അതായത് നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് ഇരിക്കുമെന്നുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ ഇമോഷൻസ് അതെല്ലാം നിങ്ങൾ കൺട്രോൾ ചെയ്യും. ഇപ്പോൾ അത് ദേഷ്യമായാലും അല്ലെങ്കിൽ മറ്റൊരാളോടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ആയാലും അതെല്ലാം നിങ്ങൾ കൺട്രോൾ ചെയ്ത് വെക്കുമെന്നുള്ളതാണ്. അപ്പോൾ വളരെ സ്റ്റേബിളായിട്ടുള്ള
ഒരാളായി മാറുന്ന ആ ഒരു സമയമാണ്. അതുപോലെ ഇനി നിങ്ങൾ എടുക്കുന്ന തീരുമാനം, അതായത് അത് നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ്. ചിലപ്പോൾ മറ്റുള്ളവരെ കൂടുതൽ ആശ്രയിച്ചിരുന്ന ആളുകൾ അതൊക്കെ മാറ്റിവെച്ചിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളിവിടെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളെ മറ്റുള്ളവർ ആകർഷിക്കും തരത്തിലുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ നിങ്ങളൊരു ലീഡർഷിപ്പ് റോളിലേക്കൊക്കെ വരുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു അധികാരവും പ്രതാപവും ഒക്കെ തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ഇത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ജോലിയൊക്കെ, അതായത് നിങ്ങൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ആ ഒരു ജോലി ചിലപ്പോൾ അത് മറ്റാരുടെയെങ്കിലും ഒരു ഇടപെടൽ കൊണ്ട് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് നിങ്ങളിലേക്ക് വീണ്ടും എത്തുന്ന ഒരു സാഹചര്യമാണ്. അതായത് ആ കസേരയിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുന്ന ആളുകളാവാം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള തീരുമാനമെടുക്കാൻ ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് ഇവിടെ വലിയ വിലയുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ അനുസരിക്കുകയും അവരത് അക്സെപ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ അടുത്തതായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് പേജ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഉണ്ട് എന്നുള്ളതാണ്. അതായത് ക്ലിയർ ആയിരിക്കും നിങ്ങളുടെ ആ ഒരു ചിന്തകൾ. അപ്പോൾ ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതായത് പണ്ട് മനസ്സിലാക്കാൻ പറ്റാതിരുന്ന പല കാര്യങ്ങളും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണ്ട് തിരിച്ചറിയാൻ പറ്റാതിരുന്ന പല കാര്യങ്ങളും, അതൊക്കെ നിങ്ങൾക്ക് അതിനെപ്പറ്റിയൊക്കെ കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾ അനുഭവിച്ച വേദനകൾ എന്തുകൊണ്ടാണ് അനുഭവിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇപ്പോൾ ചില ജോലിയൊക്കെ നഷ്ടപ്പെട്ടു പോയതോ അല്ലെങ്കിൽ ചില വ്യക്തികൾ അകന്നു പോയതോ അതൊക്കെ എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ ജീവിതത്തിൽ ഒന്നും തന്നെ ശാശ്വതമല്ല എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ പുതിയ ഒരുപാട് തിരിച്ചറിവുകൾ ഈ സമയം നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത്. ഇതിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു ശൈലി തന്നെ മാറ്റാൻ നിങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ഒരു ചലഞ്ചൊക്കെ ഏറ്റെടുക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നു എന്നാണ്. അതായത് ഇപ്പോൾ പണ്ട് എന്തെങ്കിലുമൊക്കെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം വരുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും ഒളിച്ചോടി പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ വിചാരിച്ച് അതിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് എന്തു ചലഞ്ച് വന്നാലും എനിക്കത് ഓവർകം ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കെയർഫുള്ളി ഒന്ന് വായിച്ചിട്ട് വേണം എന്ത് കാര്യങ്ങളും ചെയ്യാൻ എന്നുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല കാര്യങ്ങളെക്കുറിച്ചും ഒരു ക്ലാരിറ്റി ഈ ഒരു സമയം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം മറ്റുള്ളവർ നിങ്ങളെ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എനർജി, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളുടെ സഹായം തേടി വരുന്ന ഒരു സമയമാണ്. അപ്പോൾ മറ്റുള്ളവർക്കൊരു തുണയാകാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾ പലരുടെയും ചിലപ്പോൾ പലരെയും സഹായിക്കും എന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങളിലേക്ക് ഒരുപാട് അബൻഡൻസ് വരുന്ന ഒരു എനർജി ഉണ്ട്. ശരിക്കും വളരെ ഭംഗിയായിട്ട് ഈ ഒരു സമയം നിങ്ങൾക്കെല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ്. ഇതിപ്പോൾ നിങ്ങളൊരു സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങളുടെ ഡ്യൂട്ടി അത് കൃത്യമായിട്ടും നിങ്ങൾ ചെയ്യുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് യാതൊരു പരാതിയും ഇല്ലാതെ നിങ്ങളതെല്ലാം ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ മറ്റുള്ളവർക്കും ഒരുപാട് റെസ്പെക്റ്റ് തോന്നുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് വളരെയധികം റെസ്പെക്റ്റ് കിട്ടുമെന്നാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്തിരുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രഗിളൊക്കെ മാറ്റി നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആകുന്ന ഒരു എനർജിയാണ്.
കുറേ ആൾക്കാർക്ക് ഇതിൽ ബാധ്യതകളൊക്കെ മാറുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിൽ നിങ്ങൾ എന്താകാനാണോ ആഗ്രഹിച്ചിരുന്നത് ആ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ പ്രയത്നിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം നേരത്തെ നിങ്ങൾ ഇമോഷണലി ഒന്ന് ഡൗൺ ആയിരുന്നു എങ്കിൽ നിങ്ങളുടെ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കുറേ നഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു നഷ്ടങ്ങളൊക്കെ നിങ്ങൾ മാറ്റി ഈ ഒരു സമയം ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഇതിനോടകം അത് എടുത്തിട്ടുണ്ടായിരിക്കാം. അതുപോലെ നിങ്ങളുടെ മെറ്റീരിയൽ ലൈഫിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ വേണമെന്നുള്ള ആ ഒരു കാര്യങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ ഇവിടെ ഫോക്കസ് ചെയ്യുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ കുറേയധികം കാര്യങ്ങൾ ചെയ്യേണ്ടി വരാം. ഒന്നിലധികം കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടി വരാം. അതിൽ 2 കാര്യങ്ങളും സക്സസ് ആക്കേണ്ടിയ ഒരു ആവശ്യം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളുടെ ഇടയിൽ ബാലൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ടാവാം. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പും നിങ്ങളുടെ കരിയറും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തമ്മിൽ നിങ്ങൾ കൂട്ടിക്കുഴയ്ക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കരിയറിനെ ഒട്ടും ബാധിക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഈ സമയം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നൊരു മെസ്സേജാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നത്. പിന്നെ ഇവിടെ 9 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത പേടിയൊക്കെ ചില ആൾക്കാർക്കുണ്ട് എന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ നിങ്ങൾ ഇന്നലെ രാത്രിയിലോ മറ്റോ ദുസ്വപ്നം കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഇവിടെ വരുന്നു എന്നുള്ളതാണ്. അതായത് വീണ്ടും വീണ്ടും നെഗറ്റീവായിട്ടുള്ള ചിന്ത വരുന്നു. അങ്ങനെ ഒരു കാര്യം സംഭവിക്കും, അത് നെഗറ്റീവായിട്ട് തന്നെ സംഭവിക്കും എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം. അപ്പോൾ ശരിക്കും ഈ നെഗറ്റിവിറ്റിയെ നിങ്ങൾ വളർത്താൻ ഇവിടെ സഹായിക്കരുത് എന്നുള്ളതാണ്. നിങ്ങളായിട്ട് അതിന് വളം ചെയ്ത് കൊടുക്കരുത് എന്നുള്ളതാണ്. അതുപോലെ കുറേ ആൾക്കാർക്ക് ഉറക്കമില്ല എന്നുള്ളതും കാണുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ ഒന്ന് ഫോക്കസ് മാറ്റി വിടേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. മാക്സിമം നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ വേറെന്തെങ്കിലും കാര്യത്തിൽ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും എന്നൊരു മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പേജ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ആരെയോ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ഒരു പുതിയ പ്രണയം നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയുമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു പുതിയ പ്രണയമുണ്ടെങ്കിൽ ആ വ്യക്തിയെ ചിലപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവാം. അപ്പോൾ അത്തരത്തിലൊരു എനർജി നിങ്ങളിൽ ചില ആൾക്കാർക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അത്തരത്തിൽ വളരെ ഇഷ്ടത്തോടു കൂടി ഒരാളെ കാത്തിരിക്കുന്നു എന്നാണ്. ചിലപ്പോൾ ഇത് മറ്റൊരാൾ നിങ്ങളെ കാത്തിരിക്കുന്നതുമാവാം. നിങ്ങളെ ഒരുപാട് ഇഷ്ടത്തോടെ പ്രണയത്തോടെ അങ്ങനെ കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ ആ ഒരു വ്യക്തിയെ നിങ്ങൾക്കറിയാമായിരിക്കാം. അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങൾക്കൊരു ഓഫറുമായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു സമയം വരുന്നുണ്ട്. ഈ സമയം ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളിനോട് ആ ഒരു ഇഷ്ടം നിങ്ങൾക്ക് പറയണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെയും ആവാം. അപ്പോൾ ഇതൊരു പുതിയ തുടക്കമാണ്. നിങ്ങൾക്ക് ചില ആൾക്കാരുമായിട്ട് ഒരു കണക്ഷൻ കൂടി വരുന്ന ഒരു സമയമാണ്. ഒരുപക്ഷെ ഈ ഒരു സമയം നിങ്ങളൊരു പ്രണയത്തിലാണെങ്കിൽ ആ ഒരു പ്രണയത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുമെന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു സ്നേഹവും പ്രണയവും ഒക്കെ തോന്നുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ സൈക്കിക്കായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ശരിക്കും ഈ സമയം നിങ്ങളുടെ സൈക്കിക് എബിലിറ്റീസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് വാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്യൂൻ ഓഫ് വാൻസും ഉണ്ട്, കിങ് ഓഫ് വാൻസും ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്യൂൻ ഓഫ് വാൻസിൽ നിങ്ങളോട് പറയുന്നത് ഇതിൽ ഈ സമയം നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയും കഴിവും ഒക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കണം എന്നാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യവും ഇല്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഈ സമയം നിങ്ങൾക്ക് വരുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കുക. ചിന്തകൾക്കൊരു ക്ലാരിറ്റി ഉണ്ടായാൽ മാത്രം മതി എന്നുള്ളതാണ്. മാത്രമല്ല നമ്മുടെ മനസ്സ് വിഷമിക്കാതിരിക്കാൻ, ആകുലപ്പെടാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക.
നമുക്ക് ചുറ്റും നമ്മളെ ആകുലപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ അതിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ നമ്മളുടെ ചിന്തകളെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ ഇവിടെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്ന് ചിന്തിച്ചവർ, നിങ്ങളുടെ ഇത്തരം ചിന്തകൾക്ക് ഇവിടെ മാറ്റം വരുന്നു എന്നാണ്. അപ്പോൾ നമ്മളായിട്ട് തന്നെ നിലനിൽക്കാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫും കരിയറും തമ്മിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ ഇവിടെ ശ്രമിക്കണം എന്നാണ്. പലപ്പോഴും നിങ്ങൾക്കത് പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ കരിയറിലുള്ള ഇഷ്യൂസ് ചിലപ്പോൾ അത് വീട്ടിൽ നിങ്ങൾ കാണിക്കേണ്ടി വന്നേക്കാം. ചിലപ്പോൾ അവിടെ നമ്മളെ മനസ്സിലാക്കാത്ത പാർട്ട്ണറോ അല്ലെങ്കിൽ പേരൻസോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളാകെ സ്ട്രെസ്ഡ് ആയിരിക്കും. അപ്പോൾ ഈ സമയം നമ്മളുടെ കരിയറിലെ ആ ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ നമ്മുടെ വീട്ടിൽ കാണിക്കാതിരിക്കുക എന്നാണ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ 2 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടുന്നുണ്ട് എന്നാണ് കുറച്ച് ആളുകൾ. അതായത് നിങ്ങൾ മറ്റുള്ളവരെ ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പല ഹാപ്പിനെസ്സും മാറ്റിവെക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചില സിറ്റുവേഷനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് വേണോ, അത് അങ്ങനെ ചെയ്യണോ, അല്ലെങ്കിൽ അത് ഇങ്ങനെ ചെയ്യണോ എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. കാരണം ഒരു കാര്യം നമുക്ക് കൺട്രോളിലാക്കാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട്. എന്നാൽ നിങ്ങൾക്ക് നല്ലൊരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. കാരണം നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് ക്യൂൻ ഓഫ് വാൺസും കിങ് ഓഫ് വാൺസും ഒക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വയം തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് ഈ ഒരു സമയം മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇവിടെ 6 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ എൻഡായി എന്നുള്ളതാണ്. പുതിയൊരു തുടക്കമാണ്, ഒരു സമാധാനത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. കുറേ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് നിങ്ങൾ പുറത്തേക്ക് വരുന്ന ഒരു സമയമാണ്. ശരിക്കും നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ പ്രതീക്ഷ നൽകുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ചിന്തകളിലും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളിൽ നിന്നും അവിടെ നിന്നും നിങ്ങൾ പുറത്ത് കടക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ചില കേസുകളിൽ നിന്നാവാം, അല്ലെങ്കിൽ ചില റിലേഷൻഷിപ്പിൽ ഇഷ്യൂസിൽ നിന്നാവാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ മാറിപ്പോകുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. അതുപോലെ ഒരു ട്രാവൽ കാണുന്നുണ്ട്. ഇത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ചില അസുഖങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന ഒരു സാഹചര്യമാവാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ ഒരസുഖങ്ങളും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നതുമാവാം. അതുപോലെ തന്നെ ഇതിൽ ചില ആൾക്കാർ വേറൊരു സ്ഥലത്തേക്ക് നിങ്ങൾ ട്രാവൽ ചെയ്തു പോകുന്ന ഒരു എനർജിയാണ്. ഇതിൽ സ്ഥലം മാറി പോകുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ വീട് മാറുന്നതാവാം. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ കുറേ കാലം കൊണ്ട് പ്രാർത്ഥിച്ചിരുന്ന ആ ഒരു കാര്യം ഈ സമയം നിങ്ങൾക്ക് നടക്കുന്നു എന്നാണ്. അപ്പോൾ ജീവിക്കാനൊരു പ്രതീക്ഷയിലാണ് നിങ്ങളെന്നുള്ളതാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇവിടെ 10 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വളരെ സ്ട്രഗിൾ ചെയ്തിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്കൊന്ന് പുറത്തിറങ്ങി പോകാനുള്ളൊരു അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ സ്ട്രെസ്സും ടെൻഷനും ബാധ്യതകളും ഒക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു സമയം തീർച്ചയായിട്ടും അത്തരത്തിലുള്ള അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുന്നു എന്നാണ്. നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസരം ഈ സമയം വരുന്നു എന്നാണ്. അപ്പോൾ ശരിക്കും നിങ്ങളുടെ തോളിലുള്ള ആ ഒരു ഭാരം അത് നിങ്ങൾക്ക് ഇറക്കി വെക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ കുറേ കാലമായി കൊണ്ടു നടന്ന ഒരു കർമ്മഫലം നിങ്ങൾക്ക് റിലീസ് ചെയ്ത് കളയാൻ പറ്റുന്നു എന്നാണ് കാണുന്നത്. കുറേ ആൾക്കാർക്ക് ഒരു അഡിക്ഷൻ എൻഡ് ആകുന്നു എന്നാണ്.
അത് ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ ചില വ്യക്തികളോടുള്ള അഡിക്ഷനോ അത്തരത്തിൽ ചില അഡിക്ഷൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് ഈ ഒരു കാര്യമില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാർ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇതെല്ലാം ഇല്ലാതെയും ജീവിക്കാൻ പറ്റുമെന്നുള്ളൊരു ചിന്ത ഈ സമയം നിങ്ങൾക്ക് വരുന്നു എന്നാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുമെന്നുള്ളതാണ്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യും എന്നാണ്. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് ദോഷമായിട്ടുള്ളൊരു കാര്യമായിരിക്കില്ല, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ്. നിങ്ങൾ പുറത്തേക്ക് പോകാനുള്ള ആ ഒരു വാതിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഇവിടെ തുറന്നു കിടപ്പുണ്ട്. അപ്പോൾ ആ ഒരു പുതുവെളിച്ചം തേടി നിങ്ങൾ ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്നു എന്നാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 8 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ ഒരു ട്രാപ്പിലൊക്കെ പെട്ടുപോയ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റാത്ത എന്തോ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പെട്ടുപോയിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ മറികടക്കാനുള്ളൊരു അവസരം വരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷൻ മറികടക്കാനുള്ളൊരു ഗൈഡൻസ് കിട്ടുന്നതുമാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസോട് കൂടി പോകേണ്ട ഒരു സമയമാണെന്നുള്ളൊരു തിരിച്ചറിവൊക്കെ ഈ ഒരു സമയം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെയാണ് ഈ ഒരു സിറ്റുവേഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ്. നിങ്ങളുടെ തന്നെ എന്തോ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് നിങ്ങൾ ട്രാപ്പിൽ പെട്ടുപോയത് എന്നാണ്. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പ്രയത്നിച്ചിട്ടുണ്ടായിരിക്കാം. കുറേ ആൾക്കാർക്ക് ഇത് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടതാകാം. നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തിറങ്ങാൻ ചിലപ്പോൾ സാധിക്കുന്നില്ലായിരിക്കാം. എന്നാൽ ഈ സമയം നിങ്ങളത് തിരിച്ചറിഞ്ഞ് പുറത്തിറങ്ങുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ആ ഒരു കണ്ണ് കെട്ടിയ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ട്. ആ ഒരു കണ്ണിൻ്റെ കെട്ടഴിച്ച് നിങ്ങൾ പുറത്തേക്ക് വരുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളാകെ പെട്ടുനിന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾ പുറത്തിറങ്ങുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നൈറ്റ് ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ വലിയ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഇതിൽ ഒരു വലിയ ലക്ഷ്യം മുൻനിർത്തി ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് കുറേ കാര്യങ്ങളുണ്ട് ചെയ്തു തീർക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ ലക്ഷ്യത്തെ മുൻനിർത്തി മുന്നോട്ട് പോകാനാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. അതുപോലെ തന്നെ ഇതിലൊരു ട്രാവലിൻ്റെ എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു എനർജിയാണ്. അതായത് പിന്നത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിരുന്നുവെങ്കിൽ ഈ സമയം ചിലപ്പോൾ അതിലൊരു തീരുമാനം നിങ്ങൾ പെട്ടെന്നെടുത്ത് അതിൽ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നുണ്ടാവാം. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാനും ഒരു ധൈര്യവും ചുറുചുറുക്കും ഒക്കെ തോന്നുമെന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തൊരു കാര്യം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. മാത്രമല്ല ഇവിടെ ഏസ് ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ബ്രില്യൻ്റ് ഐഡിയ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പുതിയ ഐഡിയാസ് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്ക് മുന്നിലുള്ള തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കണം എന്നതിനെക്കുറിച്ച് ഒരു പുതിയ ഐഡിയ അത് നിങ്ങൾക്ക് വരുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ കയ്യിലൊരു ആയുധം കിട്ടിയ ഒരു എനർജിയാണ്. ചിലപ്പോൾ പ്രതിബന്ധങ്ങളെ മാറ്റാനുള്ളൊരു ആയുധമായിരിക്കാം ഇത്. ചിലപ്പോൾ നിങ്ങളുടെ കൺഫ്യൂഷനുള്ള ഒരു ഉത്തരവുമായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ കുറേ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം നിലവിൽ. അപ്പോൾ ആ തടസ്സങ്ങളെ മാറ്റാനുള്ള അനുഗ്രഹങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.